Hi friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഫോട്ടോസ് കാണാനും അത് നോക്കിയിരിക്കാനുമായിട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ അതിന് ഫോട്ടോ ഫ്രെയിം മേടിക്കണം, അതിന് ഒരുപാട് പൈസയാവും. ഫോട്ടോ പ്രിൻ്റ് എടുക്കണം, പിന്നീട് അത് ആണിയടിച്ച് നമ്മുടെ ചുമരുമ ഉറപ്പിക്കണം. അതൊക്കെ വളരെ പണി പിടിച്ച കാര്യമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഒരു ഫോട്ടോ വാൾ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കാൻ നമ്മുടെ സാധാരണ A4 ഷീറ്റിൽ പ്രിൻ്റ് എടുത്താൽ മതി. അതിന് വളരെ ചിലവൊന്നുമില്ല, വളരെ തുച്ഛമായ രീതിയിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ കുറച്ച് ഷീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കളർഫുള്ളായിട്ടുള്ള വാളാണ് നിങ്ങളുടെ വാളെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് യൂസ് ചെയ്യാം. അതല്ല നിങ്ങളുടെ വൈറ്റ് വാളാണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും കുറച്ചും കൂടി യൂസ് ചെയ്യാം എളുപ്പം. അതുപോലെ ഇങ്ങനത്തെ സ്ക്രാപ്പ് ബുക്കുകൾ സ്ക്രാപ്പ് പേപ്പറിൻ്റെ ബുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതാകുമ്പോൾ ഡിഫറെൻറ്റ് കളറുള്ള ഫ്രെയിംസ് ഉണ്ടാക്കാൻ പറ്റും. 10-30 രൂപയേ ഉള്ളൂ ഇതിന് വില. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് പേപ്പറാണ്, ഞാൻ ബ്ലാക്ക് ഫ്രെയിംസാണ് യൂസ് ചെയ്യണത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ പേപ്പറാണ്. ഇതിന് ഒരു എണ്ണത്തിന് 6 രൂപയാണ് വില. പിന്നെ നമുക്ക് ഒരു ഫെവിക്കോളും പെൻസില് സ്കെയില് അതുപോലെ തന്നെ ഒരു കത്രികയും വേണം. അപ്പോൾ നമുക്ക് ചടപെടാന്ന് എങ്ങനെയാണ് ഫോട്ടോ ഫ്രെയിമും ഫോട്ടോ വാൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസ് നല്ല ഭംഗിയിൽ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരേ സൈസിൽ തന്നെ എടുക്കരുത് കേട്ടോ. ഡിഫറെൻറ്റ് സൈസിലുള്ള ചിലത് ചെറുത്, ചിലത് വലുത്, ചിലത് ഹൊറിസോണ്ടലായിട്ട്, ചിലത് വെർട്ടിക്കലായിട്ട്, അങ്ങനെയൊക്കെ മാറി എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഫോട്ടോ വാളിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കുക. അടുത്തത് നമ്മൾ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് 4 ഭാഗത്തും ഫോട്ടോൻ്റെ 4 സൈഡിലും ഒരേ അളവിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് 1 സെൻറ്റിമീറ്റർ അകലത്തിനാണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് ഫ്രെയിമിന് വീതി കൂടുതൽ വേണമെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ വരെ, അതിന് കൂടുതലായി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഇത് തന്നെ 4 സൈഡിലും ഒരേപോലെ അടയാളപ്പെടുത്തിയിട്ട് ഫോട്ടോ ഒട്ടിക്കണം. അല്ലെങ്കിൽ ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം ആ സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോട്ടോ ഫ്രെയിം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫോട്ടോ ഫ്രെയിംസും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പേപ്പറിൽ തന്നെ നമുക്ക് 2 ഫോട്ടോ എടുക്കാം, 2 ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാം, അല്ലെങ്കിൽ 3 ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാം ചെറുതാണെങ്കിൽ. അപ്പോൾ ഞാനിതാ ഇവിടെ 2 ഫോട്ടോസും ഒരു സ്ക്രാപ്പ് പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് വരാതെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഫോട്ടോസും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. അതിന് ശേഷം നമുക്കിത് വാളിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ താഴെ തന്നെ ഏത് രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു മിനിമം ഐഡിയ വേണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിലും അതുപോലെ തന്നെ ആമസോണിൻ്റെ ഫോട്ടോ ഫ്രെയിംസിൻ്റെ സെറ്റ് എടുത്ത് നോക്കിയാലും ഒക്കെ ഒരുപാട് ഐഡിയകൾ കിട്ടും ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ താഴെ വെച്ചുകൊണ്ട് തന്നെ അത് എവിടെ വേണം എന്നുള്ളത് ഒന്നും കൂടി അനലൈസ് ചെയ്ത് എടുക്കുക. അപ്പോൾ ചിലത് മാറ്റി മറിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി കൂടും. എന്നിട്ട് അതിനനുസരിച്ച് മാത്രം നമ്മൾ ഇത് ചുമരിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാനും ഇതാ ഇവിടെ താഴെ വെച്ചിട്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി നോക്കുകയാണ് ഏതാണ് കുറച്ചും കൂടി ഭംഗി കൂടുതൽ കിട്ടാന്ന്. അതിനുശേഷം നമുക്ക് എവിടെയാണോ ഫോട്ടോ ഫ്രെയിംസ് ഒട്ടിക്കേണ്ടത് ആ വാള് നല്ല വൃത്തിയാക്കി എടുക്കുക, നല്ല പൊടിയൊന്നും ഇല്ലാതെ എടുക്കുക. അതിനുശേഷം ഒരു ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫോട്ടോസൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ടേപ്പാണ് കേട്ടോ, ഡബിൾ സൈഡ് ടേപ്പ്. അപ്പോൾ ഇത് കനം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതവിടെ നിന്നോളും. അല്ലെങ്കിൽ 1-2 ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ 1 ഒട്ടിച്ചാലും അതവിടെ നിന്നോളും, കാരണം തീരെ കനമില്ലല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒരുപാട് കുത്തി നിറച്ച് ഒട്ടിക്കുന്നേക്കാൾ കുറച്ച് വിട്ട് ഒട്ടിക്കുകയായിരിക്കും എപ്പോഴും കുറച്ചും കൂടി ഭംഗി കിട്ടുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ വാൾ റെഡി ആയിരിക്കുകയാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ വാളാണിത്. നല്ല ഭംഗിയാണ് ഇത് കാണാനും. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.